വേലായുധം പട്ടി മേഖലയിലെ മയിലും കുരങ്ങും പാമ്പുകളും മുയലുകളും കാട്ടുപന്നികളും നിറഞ്ഞ വനമായിരുന്നു ക്രാന്തമല. എന്നാൽ ഇന്നീ മലയിൽ ഇത്തരം ജീവികൾ ഒന്നുമില്ല. ആകെയുള്ളത് ഉറുമ്പുകൾ മാത്രമാണ്. ഒരു ഗ്രാമത്തെ പൂർണ്ണമായി കീഴടക്കുക, അതും 4 മില്ലിമീറ്റർ മാത്രം വലിപ്പമുള്ള ഉറുമ്പുകൾ. കേൾക്കുമ്പോൾ അവിശ്വസനീയമെന്ന് തോന്നുമെങ്കിലും ഇത്തരം സംഭവങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലൊരു ആക്രമണം നേരിടുകയാണ് തമിഴ്നാട് ഡിണ്ടിഗലിലെ കാന്തമലയിൽ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പച്ചക്കറികളും വാഴകളുമെല്ലാം വിളഞ്ഞിരുന്ന പറമ്പുകളിൽ ഉറുമ്പുകൾ വന്നതിന് ശേഷം ഉണങ്ങിയ നിലക്കടലച്ചെടികൾ മാത്രമേ കാണാനുള്ളൂ. വേലായുധം പട്ടിയിലെയും ക്രാന്തമലയിലെയും 50ഓളം വീട്ടുകാരുടെ മാത്രമല്ല, അവരുടെ വളർത്തുമൃഗങ്ങളെയും ഉറുമ്പുകൾ കൂട്ടത്തോടെ ആക്രമിക്കുന്നു. മരക്കൊമ്പുകളിൽ കൂടുകൂട്ടാൻ പക്ഷികളെപ്പോലും അനുവദിക്കുന്നില്ല. മുട്ടയും കുഞ്ഞുങ്ങളുമെല്ലാം ഉറുമ്പിന് ഭക്ഷണമായി തീരും. ഈ ചെറിയ വനത്തിൻ്റെ ആവാസ വ്യവസ്ഥ തന്നെ ഇല്ലാതാക്കുവാൻ ഈ ഉറുമ്പുകൾക്ക് കഴിഞ്ഞു. ഉറുമ്പ് ശല്യം രൂക്ഷമായപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർ വന്ന് പരിശോധിച്ചെങ്കിലും പരിഹാരമൊന്നും ഉണ്ടായില്ല. വിവരമറിഞ്ഞ് പഠനം നടത്തുവാൻ പല ഗവേഷകരുമെത്തി. എന്നാൽ ആർക്കും പെട്ടെന്നുണ്ടായ ഈ പ്രതിഭാസത്തിന് കാരണമെന്തെന്ന് കണ്ടെത്താനായില്ല. ഇതിന് ഒരു പരിഹാരം നിർദ്ദേശിക്കുവാനും ആർക്കും കഴിഞ്ഞില്ല. കൃഷി ചെയ്യാൻ കഴിയാതെ കന്നുകാലികളെ മേയ്ക്കുവാൻ വിടാനാവാതെ നാട്ടുകാർ ബുദ്ധിമുട്ടുന്നു. റബ്ബർ ഷൂസിനുള്ളിൽ ഉറുമ്പ് പൊടി വിതറിയാണ് ഇപ്പോൾ കൃഷിപ്പണി ചെയ്യുന്നത്. പച്ചക്കറി കൃഷി വ്യാപകമായി ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു വേലായുധം പട്ടി. ഉറുമ്പുകളുടെ ആക്രമണം രൂക്ഷമായപ്പോൾ കൃഷി അസാധ്യമായി മാറി. തളിരും ഇലയും ഉറുമ്പുകൾ തിന്നും. കൂടാതെ മാവും വാഴയും പ്ലാവുമെല്ലാം ഉറുമ്പിൻ്റെ ആക്രമണത്തിന് ഇരയാകുന്നു. അമിതമായി കീടനാശിനി ഉപയോഗിച്ച് മാവിൽ നിന്ന് ഉറുമ്പിനെ അകറ്റി നിർത്തുവാൻ ശ്രമിക്കുന്നുണ്ട് ഇവർ. കന്നുകാലികളുടെ കണ്ണിലും കുളമ്പിലുമാണ് ഉറുമ്പുകൾ സാധാരണ കടിക്കാറുള്ളത്. കുളമ്പിൽ അമിതമായി കടിക്കുന്നതോടെ നടക്കുവാൻ കഴിയാതെ വീണുപോകുന്ന കന്നുകാലികളുടെ കണ്ണിൽ ആക്രമിക്കുവാൻ തുടങ്ങും. മനുഷ്യരെ പൊതുവെ ഉറുമ്പുകൾ ആക്രമിക്കാറില്ല. എങ്കിലും ഇവ ശരീരത്തിൽ കയറിയാൽ അലർജി ഉണ്ടാക്കാറുണ്ട്. ഉറുമ്പിൻ്റെ ശരീരത്തിൽ നിന്നും പുറത്തു വരുന്ന ഫോർമിക് ആസിഡാണ് അലർജി ഉണ്ടാക്കുന്നത്. ഇതുമൂലം കാലുകളിൽ വ്രണങ്ങൾ രൂപപ്പെട്ട് ചികിത്സ തേടേണ്ടി വരുന്നു. രാത്രിയിൽ കട്ടിലിന് ചുറ്റും ഉറുമ്പ് പൊടി വിതറിയാണ് ഇവർ ഉറങ്ങാൻ കിടക്കുന്നത്. ഭക്ഷണപാത്രങ്ങളിലും മറ്റും നിമിഷ നേരം കൊണ്ട് ഉറുമ്പുകൾ പൊതിയുന്നു. ഏഷ്യയിലും ഓസ്ട്രേലിയയിലുമാണ് ഈ ഉറുമ്പുകൾ സാധാരണ കാണാറുള്ളത്. ഓസ്ട്രേലിയയിലെ ക്രിസ്മസ് ദ്വീപിലെ ആവാസ വ്യവസ്ഥ തന്നെ തകിടം മറിച്ചിട്ടുണ്ട് ഈ ഉറുമ്പുകൾ. ആ ദ്വീപിലുണ്ടായിരുന്ന ലക്ഷക്കണക്കിന് ചുവപ്പ് ഞണ്ടുകൾ ഈ ഉറുമ്പുകളുടെ അധിനിവേശത്തിൽ ഇല്ലാതായി. ലിറ്റിൽ ക്രേസി ആൻഡ് എന്നാണ് ഇവയുടെ പേര്. ഇവയുടെ നിൽക്കാത്ത ഓട്ടവും അധിനിവേശ സ്വഭാവമാണ് ഈ പേരിന് കാരണം. 4 മില്ലിമീറ്റർ മാത്രം വലിപ്പമുള്ള സ്വർണ്ണ നിറമുള്ള ഈ ഉറുമ്പുകൾ വെയിൽ കനക്കുമ്പോൾ മാത്രമാണ് അടങ്ങിയിരിക്കുന്നത്. ഈ സമയത്ത് മണ്ണിനടിയിൽ തണുപ്പുള്ള ഭാഗത്ത് മറഞ്ഞിരിക്കും. ചൂട് മാറുമ്പോൾ മാളങ്ങളിൽ നിന്നും പുറത്തു വരുന്നു. വളരെ വേഗം ഈ ഉറുമ്പുകൾ പെറ്റുപെരുകയും സൂപ്പർ കോളനികൾ ഉണ്ടാക്കുകയും ചെയ്യും. നിലവിൽ ക്രാന്തമലയ്ക്ക് സമീപമുള്ള വേലായുധം പെട്ടിയിൽ ഏതാനും കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ പ്രശ്നമുള്ളത്. എന്നാൽ വളരെ വേഗം പെറ്റുപെരുകുന്ന ഈ ഉറുമ്പുകൾ സമീപ പ്രദേശങ്ങളിലേക്കും വ്യാപിക്കുന്നുണ്ട്.